ആരെങ്കിലും ഗോവയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞെന്നാൽ എല്ലാവരുടെയും മുഖത്ത് ഒരു ചെറിയ കള്ളച്ചിരി വരും ഇല്ലേ? ഒരു അർത്ഥം വെച്ച് നോക്കി ചിരിക്കുന്ന പോലെ. അവിടെ പോകുന്നത് ബീച്ചിലും പബ്ബിലും ഒക്കെ പോയി മദ്യം കഴിച്ച് സ്വബോധം നഷ്ടപ്പെട്ട ഉന്മാദമത്തരായിരിക്കാനാണ് പോകുന്നതെന്നാണ് പൊതുധാരണ. മദ്യം കഴിക്കാത്ത ഞങ്ങളും പോയി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ലേ? ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഞാനും ഹസ്ബൻഡും കൂടി 2 ദിവസത്തേന് ഗോവ വരെ പോയി. അതിന് പോയതിൻ്റെ കാരണം എന്നാന്ന് വെച്ചെന്നാൽ ഇൻഫ്ലുവൻഷ്യൽ വിമൻ ലീഡേഴ്സ് അവാർഡ് വാങ്ങാനാണ് പോയത്. അവാർഡ് ദാന ചടങ്ങ് തന്നെ ഒരു ദിവസത്തെ പരിപാടിയായിരുന്നു. പിന്നെ ഗോവ ആയതിനാൽ വൃദ്ധരായതുകൊണ്ട് ഞങ്ങൾ എന്തോ ചെയ്യുമെന്നറിഞ്ഞതിന് 2 ദിവസത്തേനായിട്ടാണ് ഞങ്ങൾ പോയത്. ഏതാണെങ്കിലും ഞങ്ങളൊരു ടാക്സി ഹയർ ചെയ്ത് ഗോവയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി. ശരിക്കും ഗോവയ്ക്ക് പോകുന്നത് യങ്സ്റ്റേഴ്സാണ്. കാരണം അടിച്ചു പൊളിക്കാനായിട്ട് ബീച്ചിലും പബ്ബിലും ഒക്കെ പോയിട്ട് എല്ലാം മറന്ന് മദ്യമൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് ജീവിക്കാനായിട്ടാണ്. ഞങ്ങളും വിചാരിച്ചു വൃദ്ധരായവർക്കും എന്തെങ്കിലും അവിടെ ചെയ്യാനുണ്ടോയെന്നൊന്ന് നോക്കിയേക്കാം. ഏതാണെങ്കിലും ഗോവ വരെ വന്നതല്ലേ, അതുകൊണ്ടാണ് ഞങ്ങളും അവിടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന ഒരു ഏൻഷ്യൻ ചർച്ചിലാണ്. ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്നാണ്. ബോം ജീസസ് എന്ന് പറഞ്ഞാൽ ഇൻഫൻറ്റ് ജീസസ് എന്നാണ് അർത്ഥം. ബസിലിക്ക ഓഫ് ബോം ജീസസ് 1605 പണി കഴിപ്പിച്ചത്. ഇത് അതിമനോഹരമായ ഒരു ഹ്യൂജ് ചർച്ചാണ്. ഈ ചർച്ചിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു ബറോക്ക് ആർക്കിടെക്ചറിൻ്റെ സൂപ്പർബ് എക്സാമ്പിളാണ്. എന്ന് പറഞ്ഞാൽ വളരെ ഡെക്കറേറ്റീവായിട്ടുള്ള ഒരു തിയേറ്റർ സ്റ്റൈലിൽ ഡോംസും ടവേഴ്സും ഭയങ്കര പില്ലേഴ്സും ഒക്കെ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ട് നോക്കിയേ ഒരു 3 നില കെട്ടിടം പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇത് ഒരൊറ്റ നിലയാണ് ഇതിനകത്തോട്ട് കയറിയെന്നാൽ. ഗ്രീസിൻ്റെ ആർക്കിടെക്ചർ വൈവിധ്യം മുഴുവനും ഇവിടെ കാണാം. ശരിക്കൊന്ന് കാണേണ്ട ഒരു ചർച്ച് തന്നെയാണ്. ഈ ചർച്ചിനകത്ത് നമ്മൾക്ക് കയറാമെങ്കിലും ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. ചർച്ചിനകത്തൂടെ കയറി ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ കയറി എല്ലാം കണ്ട് ഇങ്ങനെ അങ്ങ് ഇറങ്ങി പോരാവുന്നതാണ്. ഫോട്ടോഗ്രാഫി അനുവദനീയമല്ലെന്ന് അവിടെ എഴുതി വെച്ചിരുന്നതിനാൽ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇവിടെയാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ പരിശുദ്ധ ബോഡി വെച്ചിരിക്കുന്ന കാസ്കറ്റ് ഇരിക്കുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ 1552 കാലം ചെയ്തത്. ആ ബോഡി ഇന്നും അഴുകാതെ ഇരിക്കുന്നു എന്നതൊരു മിറക്കിൾ തന്നെയാണ്. ഓരോ 10 വർഷത്തിലും സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി ഇരിക്കുന്ന കാസ്കറ്റ് പൊതുദർശനത്തിന് വയ്ക്കും. ബസിലിക്ക ബോം ജീസസ് ചർച്ചിൽ നിന്നും ഈ കാസ്കറ്റ് കൊണ്ടുവന്ന് വയ്ക്കുന്നത് അവർ ലേഡി ഓഫ് ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ചിലാണ്. അവിടെയാണ് പിന്നെ ഞങ്ങൾ പോയത്. പാഞ്ചിയിലെ അവർ ലേഡി ഓഫ് ദ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ചർച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു ചർച്ചാണ്. ഈ ചർച്ച് 1541 പണി കഴിപ്പിച്ചത്. ഒരു കുന്നിൻ്റെ മുകളിലിരിക്കുന്ന ഈ പള്ളിയിലേക്ക് കയറാൻ വളരെ ആലങ്കാരികമായ സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ട് ഞാനങ്ങ് നോക്കി നിന്നുപോയി കേട്ടോ. സ്റ്റെപ്പുകളുടെ പകുതി ഭാഗം വരെ പോകാനേ സാധിച്ചുള്ളൂ. ഞങ്ങൾ മൺഡേയിലാണ് പോയത്. സൺഡേയിൽ തുറക്കുമായിരിക്കാം. അത് കഴിഞ്ഞ് പ്രവേശനമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളിയിൽ 10 വർഷത്തിലൊരിക്കൽ പരിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ്റെ കാസ്കറ്റ് ബസിലിക്ക ബോം ജീസസ് ചർച്ചിൽ നിന്നും ഘോഷയാത്രയാക്കി കൊണ്ടുവന്ന് പൊതുദർശനത്തിന് വയ്ക്കാറുണ്ട്. ഏതാണെങ്കിലും ഇത്രയും പുരാതനമായ ചർച്ചുകളൊക്കെ ഇന്ന് കാണാൻ സാധിച്ചത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഗോവയിലെ റോഡിലൂടെ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കേരളത്തിലെ തീരപ്രദേശത്തു കൂടി പോകുന്നത് പോലെ തോന്നി. ഒരു വശത്തെ കടൽ തീരവും പിന്നെ വരിവരിയായി നിൽക്കുന്ന കേരവൃക്ഷങ്ങളും കണ്ടാൽ കേരളമാണെന്നേ തോന്നൂ. ഇവിടെ ഇഷ്ടം പോലെ ബീച്ചുകളുണ്ട്. ഞങ്ങൾ പോയത് മിറാമർ ബീച്ചിലാണ്. അതിമനോഹരമായ ഒരു ബീച്ച്. നട്ടുച്ച സമയം ആയതിനാൽ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇന്നും ഇറങ്ങാൻ പോയില്ല. തണൽ നോക്കി കുറേ സ്ഥലമൊക്കെ ഒന്ന് കറങ്ങി. ഈ സമയമായതിനാൽ വളരെ കുറച്ച് പേർ മാത്രമേ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നുള്ളൂ. ഈ ബീച്ചിനടുത്ത് ആളുകൾക്കിരിക്കാൻ വേണ്ടി ചൂളമരങ്ങൾക്കിടയിൽ സിമെൻറ്റ് ബെഞ്ചുകളും ഉണ്ടായിരുന്നു. വലിയ ചൂടായിരുന്നെങ്കിലും ചൂളമരത്തണലിൽ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു. പിന്നെ പോയത് ഡോണാപോള കേപ്പ് വ്യൂ പോയിന്റിലാണ്. കടലിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇവിടെ വരണം. അങ്ങ് കാണുന്നതാണ് വ്യൂ പോയിന്റ്. ഒരു കുന്നിൻ്റെ മുകളിലത്തെ എന്തോരം സ്റ്റെപ്പാണെന്ന് നോക്കിക്കേ. അതെല്ലാം കയറണം അവിടെ ചെല്ലണേ. നട്ടുച്ചയും പൊരി വെയിലും ആയതിനാൽ ഞാൻ അവിടെ പോയില്ല. കാരണം ആ സ്റ്റെപ്പെല്ലാം ഈ വെയിലത്ത് കയറുന്ന കാര്യം ഓർത്തപ്പോൾ പോകണ്ടെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോകണമെങ്കിൽ എൻട്രൻസ് ടിക്കറ്റും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം വേണം ഇതുവഴി വരേണ്ടതായിരുന്നു. മനോഹരമായ കടലും തീരവും ഒക്കെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോർച്ചുഗീസ് കോളനി ആയിരുന്ന ഫോണ്ടിനോസ് ഗോവയിൽ പോയി. വളരെ കളർഫുൾ ആയിട്ടുള്ള 2 നില കെട്ടിടങ്ങൾ അങ്ങനെ വരിവരിയായി നിൽക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. കടും പിങ്കും മഞ്ഞ നീല പച്ച നിറങ്ങളുമുള്ള ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിരനിരയായി നിന്നിരുന്നു. ഇവയിൽ 18th 19th സെഞ്ചുറികളിൽ നിർമ്മിച്ചവയായിരുന്നു. ചുരുക്കം പറഞ്ഞെന്നാൽ പോർച്ചുഗീസുകാരുടെ സ്റ്റൈല് മുഴുവനും ഇവിടെ കാണാം. പക്ഷേ റോഡുകൾക്കൊന്നും വീതിയില്ലായിരുന്നു. കാരണം 18th 19th സെഞ്ചുറികളിൽ നിർമ്മിച്ചവയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് റോഡുകൾക്ക് അത്ര വീതിയില്ല.
പക്ഷേ ബിൽഡിങ്ങുകളെല്ലാം തൊട്ടടുത്തടുത്തടുത്തടുത്താണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നും അവരതിനെ പെയിൻ്റ് എല്ലാം അടിച്ച് അത്രയും കളർഫുള്ളായിട്ടാണ് വെച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഗോവയിൽ വന്ന് അടിച്ചു പൊളിക്കാം കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ മദ്യം കഴിച്ചില്ലെങ്കിലും പബ്ബിൽ പോയില്ലെങ്കിലും ശരിക്കും ഗോവയിൽ വന്ന് അടിച്ചു പൊളിച്ചു എന്ന് പറയാം. അപ്പം ഇനി ആരും ഗോവയ്ക്ക് പോകുമെന്ന് പറയുമ്പോൾ അർത്ഥം വെച്ച് ചിരിക്കണ്ട കേട്ടോ.